ഇന്ന് അംഗപരിമിതരായിട്ടുള്ള ആളുകൾ, വികലാംഗരായിട്ടുള്ള ആളുകൾ, ഫിസിക്കലി ചലഞ്ച്ഡ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഒരു വാഹനം പുതിയതായിട്ട് വാങ്ങി രജിസ്ട്രേഷൻ നടത്തുമ്പോൾ GSTയിലും കൂടാതെ റോഡ് ടാക്സിൽ പൂർണ്ണമായിട്ടും എക്സെപ്ഷൻ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ ഈ വാഹനം വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ TJS വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിൽ കൂടി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. ഇവിടെ ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആളുകൾക്ക് ഈ GSTയിൽ കൺസെഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് അപേക്ഷ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നൽകേണ്ടിയിരിക്കുന്നു. എന്നാൽ റോഡ് ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാഹനം വാങ്ങിയിട്ട് അത് ഡീലർഷിപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇൻവോയ്സ്, അതായത് ഇതിൻ്റെ വില, ആ വില അടങ്ങുന്ന ആ ഇൻവോയ്സ് നൽകുമ്പോൾ അത് 7 ലക്ഷം രൂപയിൽ താഴെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ റോഡ് ടാക്സ് എക്സംഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഈ വാഹനത്തിൻ്റെ വില നിങ്ങൾ ആ കൊടുക്കുന്ന, അതായത് CGSTയും GSTയും എല്ലാം അടങ്ങിയിട്ടുള്ള വിലയാണ് ഇതിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ടാക്സേഷന് വേണ്ടിയിട്ട്, അതായത് റോഡ് ടാക്സ് കണക്ക് കൂട്ടുന്നതിലേക്കായിട്ട് കണക്കിലെടുക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്ത് ഓരോ ടൈപ്പ് വാഹനങ്ങൾക്ക് എത്ര രൂപയായിരിക്കും അതിൻ്റെ വില എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവരുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പർച്ചേസ് ഇൻവോയ്സിൽ അത് കുറച്ച് കാണിച്ചാൽ പോലും നിങ്ങൾക്ക് ആ എക്സംഷൻ ലഭിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടും ഉറപ്പാക്കുക 7 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ ഈ വാഹനത്തിൻ്റെ വില. അത് ഏതെങ്കിലും ക്യാൻറ്റീനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന, അതായത് ഇപ്പോൾ നമുക്ക് ഡിഫൻസ് പേഴ്സണൽ, അവർ റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ ആണെങ്കിലും ക്യാൻറ്റീനിൽ നിന്നും ചില കൺസെഷനൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊന്നും ഇതിന് ബാധകമല്ല. പലർക്കും ഈ വാഹനം എടുത്തതിന് ശേഷം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് എൻ്റെ ചാനലിൽ പലരും സംശയം ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം, നമ്മളൊരു റോഡ് ടാക്സ് എക്സംഷൻ ഇതിന് ലഭിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള, ഈ അംഗപരിമിതരായിട്ടുള്ള വ്യക്തി വാഹനത്തിൽ ഇല്ലാതെ മറ്റാരെങ്കിലും ഈ വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുകയോ ചെയ്താൽ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഇത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഇതിൻ്റെ റോഡ് ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. ആ വ്യക്തി ഓടിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ വ്യക്തി ഈ വാഹനം റോഡിലിറക്കി ഓടിക്കുന്ന ഏത് സമയത്തും ആ വ്യക്തി ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പാണെങ്കിലും ഈ വാഹനം കസ്റ്റഡിയിലെടുത്ത് ഇതിൻ്റെ മുഴുവൻ ടാക്സും അടയ്ക്കാനായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക.